ഹലോ ഗൈസ്, വെൽക്കം ടു ക്രേസി കുഞ്ചൻ. ഇന്ന് നമ്മൾ കഫ്രിയാൽ ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത്. ഒരു ചാനലിനെ അറിയാമോ? ബുക്ബാങ് ആണെന്നാണ് അവരുടെ യൂട്യൂബ് ചാനൽ. കുക്കിംഗ് ചാനലാണ്. അവിടുത്തെ ചേട്ടൻ പറഞ്ഞ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, കഫ്രിയാൽ ചിക്കൻ. സോ ഇപ്പൊ ഞാൻ അതിന്റെ ഇഞ്ചി ഞാൻ റെഡിയാക്കുവാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബൈ ബൈ. സോ നമ്മൾ ആദ്യം ഇത്തരം സാധനങ്ങൾ വെച്ചിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. സോ നമുക്ക് ആദ്യം എന്തായിരുന്നു, വെളുത്തുള്ളി വേണം, ജിഞ്ചർ വേണം, കൊറിയാൻഡർ ലീവ്സ് വേണം, ഒരു 3 പച്ചമുളക് വേണം, പിന്നെ മിന്റ് ലീവ്സും വേണം. എന്നിട്ട് ഈ മിന്റ് ലീവ്സും കൊറിയാൻഡർ ലീവ്സും ഈ ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് 1 സെക്കൻഡ് ഒക്കെ മതി. എന്നിട്ട് തണുപ്പ് വെള്ളത്തിൽ 1 സെക്കൻഡ് എടുത്തിട്ട് ആ പാത്രത്തിൽ ഇടും. അപ്പൊ ഒരു ഗ്രീൻ കളർ പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതാണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ പെട്ടെന്ന് എടുക്കാൻ പോവാണ്. ശരിക്കും ഈ തണുപ്പ് വെള്ളത്തിലിടണം. ഇനി മിന്റ് ലീവ്സ് ചൂടുവെള്ളത്തിലിടും. ബാക്കിയുള്ളത് ലെഫ്റ്റ് ഓവർ ഉണ്ടെങ്കിൽ അത് ലാസ്റ്റും ചെയ്യാൻ പറ്റും. ഇനി ഇത് അങ്ങോട്ട് മൂവ് ചെയ്യണം. ഇനി ഇത് ഇങ്ങോട്ട് തണുപ്പ് വെള്ളത്തിലോട്ട് മൂവ് ചെയ്യണം. ഇതൊക്കെ കാണുമായിരിക്കും, പക്ഷെ അത് സ്പൂൺ വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ എടുത്തിട്ട് മാറ്റി വെക്കാൻ പറ്റും. സോ നമ്മള് ആ ബ്ലാഞ്ചിങ് പ്രോസസ് കഴിഞ്ഞു. ഇനി ഞാനൊരു മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗരം മസാല വേണം, വെളുത്തുള്ളി വേണം, പിന്നെ ആ ഒരു ബ്ലാഞ്ചിങ് സാധനം നമ്മൾ ഉണ്ടാക്കിയില്ലേ, അതും വേണം. എന്നിട്ട് ഇത് ഗ്രൈൻഡ് ചെയ്യണം. അപ്പൊ ആ പ്രോസസ്സിൽ നമ്മൾ ചെയ്ത അമ്മ ആ ക്യാപ്പ് ഒന്ന് എടുക്കാമോ? നമ്മളിപ്പോ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. ഈ മിക്സ്ചർ ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. അപ്പൊ ഇത്രയൊക്കെ മതി. അത് അതിന്റെ മേളിൽ ഒന്നിടണം. എന്നിട്ട് നമ്മള് മുമ്പേ ഉണ്ടാക്കിയ ഈ പേസ്റ്റ് ഇല്ലേ, ആ പേസ്റ്റ് അതിന്റെ മേളിലിടണം. ഈ ഗ്ലൗസ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രഷ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അത് രണ്ടും ഇല്ല, അപ്പൊ കൈ വെച്ചിട്ട് ചെയ്യാം. ഇത്രയൊക്കെ മതി. ബൈ ദ വേ, ഞാൻ ഈ പ്ലാന്റ് ഒക്കെ വെച്ചത് ഒരു സ്റ്റേഷന് നൈസായിട്ട് വെക്കാനാണ്. അമ്മ പറഞ്ഞ ട്രിക്കാണ്. സോ നമ്മളിപ്പോ മാരിനേഷൻ ഒക്കെ കഴിഞ്ഞു. നോക്കിയേ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ ഒറിജിനലി അവരുടെ പ്ലാന് ഗ്രില്ല് ചെയ്യാനായിരുന്നു. പക്ഷെ രാത്രിയായി. ഗ്രില്ല് ചെയ്യാനൊക്കെ ഇനി കുറെ സമയം എടുക്കും. അപ്പൊ നമ്മൾ പാനിൽ കുക്ക് ചെയ്യാൻ പോവാണ്. മാത്രമല്ല അതിന്റെ കൂടെ ഒരു സവാളയും വേണം. മാത്രമല്ല എന്റെ അനിയനും ഇവിടെ ഉണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. കാണിച്ചു കൊടുത്തേ. പക്ഷെ ഇവൻ ഹെൽപ്പ് ചെയ്യത്തൊന്നുമില്ല. ഹെൽപ്പ് ചെയ്യത്തില്ല. അവന് ഇവിടെ ചുമ്മാ ആൾക്ക്. സോ നമ്മൾ ഇനി ഇത് കുക്ക് ചെയ്യാൻ പോവാണ്. ഇതും കൂടെ
ഒരു പ്രാവശ്യം 3 എണ്ണമൊക്കെ കുക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. 3 എണ്ണമൊക്കെ ഒരു പ്രാവശ്യം കുക്ക് ചെയ്ത് ഇതൊക്കെ ഞാൻ നെക്സ്റ്റ് ടേണിലേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇനി അത് കുക്ക് ചെയ്യണം ഒരു സൈഡ്. സോ നമ്മളിപ്പോ ഈ ബട്ടറൊക്കെ കുക്ക് ചെയ്യാൻ പോവാണ്. മാത്രല്ല വേറൊരു മസാലയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മ എന്തായിരുന്നു സവാളയുടെ ഒരു പേസ്റ്റും പിന്നെ നമ്മൾ മുമ്പേ യൂസ് ചെയ്ത മറ്റേ ഗ്രീൻ പേസ്റ്റും അത് മിക്സ് ചെയ്തിട്ട് ഇടാൻ പോവാണ്. എന്നിട്ട് ഈ ബട്ടർ ഇതിന്റെ അകത്ത് മെൽറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. സോ ഗൈസ് നമ്മൾ ഇനി ഈ ചിക്കൻ നമ്മളെ മസാലയിലോട്ട് ഇങ്ങനെ ഡങ്ക് ചെയ്യാൻ പോവാണ്. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ഇങ്ങനെ പോലെ. സോ നമ്മൾ എല്ലാം ഫിനിഷായി. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോണം. ആദ്യം അമ്മയ്ക്ക് കൊടുക്കട്ടെ. എങ്ങനെയുണ്ട്? നല്ല